ശശി തരൂർ ആണ് ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയം. വേണമെങ്കിൽ കേരളത്തിലെ UDFന് നേതൃത്വം നൽകാമെന്നും മുഖ്യമന്ത്രിയാകാമെന്നും സൂചന നൽകുന്ന തരത്തിലുള്ള അഭിമുഖമാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിലൂടെ തരൂർ നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇത് നേരിട്ടല്ല പറയുന്നത്, പറയാതെ പറയുകയാണ്. കാരണം 4 തവണ തിരുവനന്തപുരത്ത് MP ആയി താൻ വിജയിച്ചത് പാർട്ടി വോട്ട് കൊണ്ട് മാത്രമല്ലെന്നും നിഷ്പക്ഷ വോട്ടുകൾ കൊണ്ടാണെന്നും നിഷ്പക്ഷ വോട്ടുകൾ പിടിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്നും അദ്ദേഹം പറയുകയാണ്. അപ്പോൾ വേണമെങ്കിൽ കേരളത്തിൽ നേതൃത്വം നൽകാം എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിലെ പരാമർശം. മുഖ്യമന്ത്രി പദത്തിലേക്ക് കേരളത്തിലെ 3.5 കോടി ജനതയെ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ ഉണ്ടായതെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച നേതാക്കളിൽ നിന്നാണ്. EMS തുടങ്ങി ഉമ്മൻചാണ്ടി വരെയുള്ള ഏത് മുഖ്യമന്ത്രിയെ എടുത്താലും അവരെല്ലാവരും തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ജനകീയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത നേതാക്കളായിരുന്നു. അതിന് അപവാദമായുള്ളത് C. അച്യുതമേനോൻ മാത്രമാണ്. C. അച്യുതമേനോൻ CPIയിലെ ബുദ്ധിജീവിയായിരുന്നു. പക്ഷേ അദ്ദേഹവും അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രമുഖനായിരുന്നു, ബുദ്ധിജീവിയായിരുന്നു, സൈദ്ധാന്തികനായിരുന്നു. അപ്പോൾ അച്യുതമേനോൻ ഒഴിച്ചാൽ ബാക്കി എല്ലാ കേരള മുഖ്യമന്ത്രിമാരും ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നവരാണ്. അപ്പോൾ തരൂർ മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ബുദ്ധിജീവിയാവുകയോ എഴുത്തുകാരനാവുകയോ ലോകപൗരനാവുകയോ ഒന്നുമല്ല ജനങ്ങൾക്ക് വേണ്ടത്. ജനജീവിതം അറിയുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് അവർ മുഖ്യമന്ത്രിമാരായി തിരഞ്ഞെടുക്കുന്നതും ആരാധിക്കുന്നതും മനസ്സിൽ കൊണ്ടു കിടക്കുന്നതും. അതിനുദാഹരണമാണ് VS അച്യുതാനന്ദൻ. വെറും 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം ഉള്ള VS മുഖ്യമന്ത്രിയായി തിളങ്ങുക തന്നെ ചെയ്തു. തയ്യൽ തൊഴിലാളിയായും ഫാക്ടറി തൊഴിലാളിയായും കർഷക തൊഴിലാളിയായും മാത്രം പ്രവർത്തിച്ച VS ജയിലിൽ കിടന്ന കാലത്ത് വായിച്ചും പഠിച്ചും രാഷ്ട്രീയം മനസ്സിലാക്കുകയും P. കൃഷ്ണപിള്ളയുടെ ശിഷ്യത്വത്തിൽ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരികയും ചെയ്ത അദ്ദേഹം എന്നും ജനങ്ങളിൽ ഒരാളായിരുന്നു, ജനനേതാക്കളിൽ ഒരാളായിരുന്നു. അപ്പോൾ ജനജീവിതത്തിൽ ഇടപെടാത്ത ഒരാളെ നൂലിൽ കെട്ടിയിറക്കി മുഖ്യമന്ത്രിയാക്കുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസിനും ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുമില്ല. മറ്റൊന്ന്, കേരളത്തിൽ UDFൽ നേതൃത്വ ദാരിദ്ര്യമുണ്ടെന്നാണ് തരൂർ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ താൻ നേതൃത്വം നൽകാം. എന്താണ് കേരളത്തിലെ നേതൃത്വ ദാരിദ്ര്യം? ആർക്കാണ് നേതൃത്വ ദാരിദ്ര്യമുള്ളത്? കോൺഗ്രസിൽ രമേശ് ചെന്നിത്തല 5 കൊല്ലം പ്രതിപക്ഷ നേതാവായും അതിനു മുമ്പ് ആഭ്യന്തരമന്ത്രിയായും ദീർഘകാലം MP ആയും AICC ജനറൽ സെക്രട്ടറിയായും 27ാം വയസ്സിൽ മന്ത്രിയായും ഒക്കെ പ്രവർത്തിച്ച രമേശ് ചെന്നിത്തല എല്ലാ അർത്ഥത്തിലും ഈ പദവിയിലേക്ക്, മുഖ്യമന്ത്രി പദവിയിലേക്ക് അർഹനായ ഒരു നേതാവാണ്. പിന്നീട് VD സതീശൻ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ കഴിഞ്ഞ 5 കൊല്ലം മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ KPCC അധ്യക്ഷൻ K. സുധാകരൻ കണ്ണൂർ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് അവരോട് പൊരുതി ജീവൻ പോലും പണയം വെച്ച് കോൺഗ്രസിൻ്റെ അമരത്തെത്തിയ K. സുധാകരൻ നേതാവെന്ന നിലയിൽ ഒട്ടും മോശമല്ല. ദീർഘകാലം അദ്ദേഹവും MP ആയി. അപ്പോൾ MP ആയും മുൻമന്ത്രിയായും എല്ലാം തിളങ്ങിയ സുധാകരൻ, പ്രതിപക്ഷ നേതാവായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന VD സതീശൻ, മുൻ KPCC പ്രസിഡന്റായ K. മുരളീധരൻ തുടങ്ങി തിരുവഞ്ചൂർ വരെയുള്ള എത്രയോ നേതാക്കൾ മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ യോഗ്യരാണ്.
ഘടകകക്ഷിയായ ലീഗിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ യോഗ്യതയുള്ള കുഞ്ഞാലിക്കുട്ടിയും ഡോക്ടർ മുനീറുമുണ്ട്. കാരണം പ്രധാന കക്ഷി കോൺഗ്രസ് ആവുന്നതുകൊണ്ട് അവർ അത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നില്ല എന്ന് മാത്രം. CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പാരമ്പര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാത്ത, ജനജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ബുദ്ധിജീവിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത പദവിയാണ് മുഖ്യമന്ത്രി പദവി. കാമരാജ് നാടാർ ഒരിക്കൽ പറഞ്ഞതുപോലെ, ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വരുന്ന നേതാക്കൾ പെറ്റമ്മയെ പോലെയാണ്, ജനങ്ങൾക്ക് പെറ്റമ്മയെ പോലെയാണ്. അതേസമയം നാം കെട്ടിയിറക്കുന്ന ബുദ്ധിജീവികളായ നേതാക്കൾ പലപ്പോഴും പോറ്റമ്മയെ പോലെയാണ്, ആയമാരെ പോലെയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലെ ആവശ്യം പെറ്റമ്മമാർ തന്നെയാണ്. അതിനുദാഹരണമാണ് മൻമോഹൻ സിംഗ്. റിസർവ് ബാങ്ക് ഗവർണറായും ധനമന്ത്രിയായും ഒക്കെ അദ്ദേഹം വന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടല്ല. റിസർവ് ബാങ്ക് ഗവർണർ പദവിയിൽ നിന്ന് UGC അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരികയും മത്സരിക്കാതെ തന്നെ അദ്ദേഹം രാജ്യസഭയിൽ എത്തുകയും അദ്ദേഹം നമ്മുടെ ധനമന്ത്രിയായും 10 കൊല്ലം പ്രധാനമന്ത്രിയായും ഒക്കെ ഭരിച്ചു. ബുദ്ധിജീവി എന്ന നിലയിൽ തരൂരിനേക്കാൾ ബുദ്ധിയും അറിയപ്പെടുന്ന പണ്ഡിതനുമായിരുന്നു മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിന് ജനങ്ങളുമായി മോദിയെപ്പോലെ സംവദിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വീഴ്ചയാണ് UPA സർക്കാരിന് പരാജയത്തിൽ എത്തിച്ചത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വരുന്ന നേതാക്കൾ തന്നെയാണ് മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ആകേണ്ടത്. അപ്പോൾ തരൂരിന് ഇത്തരമൊരാഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് കേരളത്തിലെ ജനകീയ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ നിൽക്കുകയും അവരുമായി ഇടപഴകുകയും അവരിൽ ഒരാളായി മാറുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പല അസംബ്ലി മണ്ഡലങ്ങളിലും മുന്നിട്ട് നിന്നത് അദ്ദേഹമാണ്. ആദ്യഘട്ടങ്ങളിൽ തരൂർ പുറകിലായിരുന്നു. നഗരമണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഉൾപ്പെടെയുള്ള നഗരമണ്ഡലങ്ങളിലൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിട്ട് നിന്നത്. അപ്പോൾ തരൂരിൻ്റെ മാസ്മരികത കൊണ്ടൊന്നും ഉണ്ടായ വിജയമല്ല. കോവളത്തെയും നെയ്യാറ്റിൻകരയിലെയും മത്സ്യത്തൊഴിലാളികളും അതുപോലെ മുസ്ലിം ജനവിഭാഗങ്ങളുമെല്ലാം BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിന് പിന്നിൽ അണിനിരന്നപ്പോൾ മാത്രമാണ് തരൂർ വിജയിച്ചത്. പിന്നെ ഹാട്രിക് വിജയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇതിനു മുമ്പ് കോൺഗ്രസ് MP ആയിരുന്ന ചാൾസ് 3 വട്ടം തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹാട്രിക് വിജയം നേടാനുള്ള മാസ്മരികത തരൂരിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറയാനാവില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്യുന്നതിന് മുമ്പാണ് ഈ അഭിമുഖം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയതെന്ന വിശദീകരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എപ്പോൾ നൽകിയ അഭിമുഖമായാലും കേരളത്തിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ, രമേശ് ചെന്നിത്തലയെയും അതുപോലെ സുധാകരനെയും VD സതീശനെയും ഉൾപ്പെടെയുള്ള നേതാക്കളെ എല്ലാം പുറന്തള്ളിക്കൊണ്ട് തരൂരിനെ പോലെ ഒരു ആളിനെ കെട്ടിയിറക്കി മുഖ്യമന്ത്രിയാക്കാനുള്ള വിഡ്ഢിത്തം. ഇപ്പോൾ വേണുഗോപാൽ കേരളത്തിൽ തന്നെ പ്രവർത്തിച്ച നേതാവാണ്, സംഘടനാ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ പേരും പരിഗണിക്കപ്പെടാവുന്ന പേരുകളിൽ പ്രമുഖ പേരാണ്. അതുകൊണ്ട് നേതൃദാരിദ്ര്യം യഥാർത്ഥത്തിലുള്ളത് CPM-നാണ്. കാരണം CPM-ൽ പിണറായി കഴിഞ്ഞാൽ ആര് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. പാർട്ടിയെ തന്നെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം EMS-ൻ്റെ കാലശേഷം VS-ഉം നയനാരും ഉണ്ടായിരുന്നു. നയനാരുടെ കാലശേഷം VS ഉണ്ടായിരുന്നു. VS-നോടൊപ്പം തന്നെ നിന്നിരുന്ന പിണറായി പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ 15 കൊല്ലം ഭരിച്ച ശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഏത് കാലത്തും കോൺഗ്രസ്സുകാർക്ക് നേതൃത്വ പ്രതിസന്ധി ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ചും കേരളത്തിൽ. അതുകൊണ്ട് നേതൃദാരിദ്ര്യമുണ്ട്. വേണമെങ്കിൽ താൻ നേതൃത്വം നൽകാം, വേണമെങ്കിൽ താൻ മുഖ്യമന്ത്രിയാകാം എന്നെല്ലാം പറയുന്ന തരൂർ യഥാർത്ഥത്തിൽ എന്താ പറയുക, തള്ളുക എന്ന പരിപാടിയാണ് നടത്തുന്നത്. കാരണം ഇപ്പോൾ എഴുത്തുകാരനാവാം തരൂർ, അതുപോലെ ഡിപ്ലോമാറ്റ് ആകാം. അദ്ദേഹം പറയുന്നത്
അദ്ദേഹത്തിനെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ അദ്ദേഹം വേറെ വഴി തേടുമെന്നാണ്. എന്ത് വഴി തേടും? CPM-ലേക്ക് പോയാൽ CPM അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ? എന്തിന്? മന്ത്രിയെങ്കിലും ആക്കാനുള്ള സാധ്യതയുണ്ടോ? കേരളത്തിലല്ലാതെ CPM-ന് ബംഗാളോ ത്രിപുരയോ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തിയോ ഉള്ള കാലമാണോ? അപ്പോൾ ദീർഘകാലം MP-യും വിദേശകാര്യ സഹമന്ത്രിയും ഒക്കെ ആയിരുന്ന തരൂർ ഈ കൊച്ചു കേരളത്തിൽ വന്ന് ഒരു MLA ആയി CPM-ന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാവുമോ? ഡോക്ടർ സരിനെ പോലെ ഉള്ള ഒരു ആത്മഹത്യാ സ്ക്വാഡായി തരൂർ മാറുമോ? അപ്പോൾ തരൂരിൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് BJP തന്നെയാണ്. ആശയപരമായി BJP-യുമായി അദ്ദേഹം എഴുത്തിലൂടെയും പുസ്തകത്തിലൂടെയും എല്ലാം ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ഒരുപാട് പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അതെല്ലാം വിഴുങ്ങാനുള്ള പ്രയാസമുണ്ടാവും. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് എതിരെ എന്തെങ്കിലും നടപടി എടുക്കുകയോ നേതാക്കൾ അദ്ദേഹത്തോട് അകലം പാലിക്കുകയോ ഒക്കെ ചെയ്ത് ഒരു കാരണമുണ്ടാക്കി BJP പാളയത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. BJP-യിൽ പോയാൽ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ മന്ത്രിയാകാം. BJP-യിൽ മോദിയും അമിത്ഷായും പോലുള്ള ആളുകളേ ഉള്ളൂ. അവിടെ ബുദ്ധിയുള്ള, ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലിക്കൊക്കെ ശേഷം ബുദ്ധിയുള്ള നേതാക്കൾ കുറവാണ്. സുഷമ സ്വരാജും ഇല്ലല്ലോ. അപ്പോൾ ബുദ്ധിയുള്ള ഒരു BJP നേതാവായി അദ്ദേഹത്തിന് ഒരവസരം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കോൺഗ്രസ് തരൂരിന് അവസരം നൽകിയില്ല എന്നൊന്നും പറയുന്നത് ഒരിക്കലും ശരിയല്ല. എല്ലാ ഘട്ടത്തിലും തരൂരിന് കോൺഗ്രസ് അവസരം നൽകിയിട്ടുണ്ട്. അദ്ദേഹം UN-ൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ തന്നെ MP ടിക്കറ്റ് നൽകി. അതേ തിരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തിന് വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം നൽകി. പ്രതിപക്ഷത്ത് ഇരിക്കുന്ന വളരെ പ്രതിസന്ധികളെ നേരിടുന്ന ഒരു ഘട്ടത്തിൽ സ്വന്തം പാർട്ടിയോട് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ തരൂർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ ഏറ്റവും കുറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ നന്ദികേട് മാത്രമാണ്.